ഹായ്, അവിയൽ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വേസ്റ്റ് ആയിട്ടുള്ള കാർഡ്ബോർഡ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഒരു വാൾ ഡെക്കോർ അല്ലെങ്കിൽ ഒരു ഡോർ ഡെക്കോർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമോ, അതുമാതിരി വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുമോ, അതുമാതിരി ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമുള്ള ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? ഇത് ഞാൻ കാർഡ്ബോർഡിൻ്റെ മുകളിൽ താമര വരച്ചിട്ട് വെട്ടിയെടുത്തിട്ട് പെയിൻ്റ് അടിച്ചതാണ്. താമര ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ പിടിച്ചിട്ടില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. ഞാൻ സെപ്പറേറ്റ്ലി താമര എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളൊരു വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാം. വേണമെന്നുള്ളവരപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എന്നിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, താമരയുടെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ, അതായത് കാർഡ്ബോർഡിൻ്റെ ബാക്കിൽ ഒരു പീസ് ഉണ്ടാവും. ആ ഒരു പീസ് ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് അവിടെ ഹോൾ ഇട്ടിട്ടാണ് ഞാൻ ഈ ത്രെഡ് ഇൻസേർട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു വൈറ്റ് ബീഡ് ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ ഒരു നോട്ട് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വൈറ്റ് ബീഡ് ഇൻസേർട്ട് ചെയ്തിട്ട് അടുത്ത താമരയുടെ മേൽഭാഗത്തിൽ ഒരു സെൻറ്റർ പോർഷനായിട്ട് ഞാൻ അവിടെയും ഒരു ഹോൾ ഇട്ടിട്ട് ആ നൂല് അതിലൂടെ കിടത്തി വിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഹോളൊക്കെ ഇടുന്നത് ബാക്ക് സൈഡിലാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഫ്രണ്ടിൽ ഒരു ഹോളും ഇല്ല, ഒന്നുമില്ല. ആ ഒരു ത്രെഡ് കയറിയ ഒരു ഇതും കാണുന്നില്ല. അപ്പം ഭയങ്കര നീറ്റായിട്ടുള്ളൊരു ഫിനിഷിംഗ് ആയിരിക്കും കേട്ടോ അങ്ങനെയാണെങ്കിൽ കിട്ടുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിൽ ഇതുമാതിരി ടൈ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു ഗ്യാപ്പൊക്കെ കറക്റ്റ് ആക്കിയിട്ട് വേണേൽ ടൈ ചെയ്ത് കൊടുക്കാൻ, അല്ലെങ്കിൽ രണ്ട് ത്രെഡും രണ്ട് രീതിക്ക് നിൽക്കും. എന്നിട്ട് എക്സസ് വരുന്ന പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ ആ കട്ട് ചെയ്ത് മാറ്റിയ ആ പോർഷൻ ഇങ്ങനെ പുറത്തേക്ക് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ B7000 ഗ്ലൂ എടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കും കൂടിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ സെക്യൂർ ആയിട്ട് ഇരുന്നോളും. പിന്നെ നമുക്ക് അടുത്തത് ടാസിൽസ് ഉണ്ടാക്കി കൊടുക്കണം. ടാസിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫോണാണ് എടുത്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു കാർഡ്ബോർഡ് പീസോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലിൽ കൂടി ഇങ്ങനെ ചുറ്റാം. അപ്പം ഞാനിവിടെ 20 തവണയാണ് വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കുന്നത്. അപ്പോൾ ഫോണിൻ്റെ ചുറ്റും 20 റൗണ്ട് ഞാൻ ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുമാതിരി ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുക, അതായത് ഫോണൊന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് രണ്ട് എൻഡും നമുക്ക് ടൈ ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ ഈ ഒരു ഒറ്റ സെറ്റിൽ നിന്ന് തന്നെ 2 ടാസിൽ ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ 2 സൈഡും ടൈ ചെയ്തെടുക്കണം നമുക്ക്. ഇപ്പം ഞാൻ ഒരു സൈഡ് ടൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ടൈ ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും ഞാൻ ടൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ടാസിലായിട്ട് കിട്ടും. ഇനി നമുക്ക് ഇതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് മുന്നേ ഈ ടാസിലൊന്ന് ഒതുങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കുറച്ച് താഴെയായിട്ട്, ആ കെട്ടിയതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഈ കാണുന്ന മാതിരി ഒരു കെട്ടും കൂടെ കെട്ടിക്കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒതുങ്ങിയിട്ട് നല്ലൊരു ക്ലീൻ ലുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം കൂടെ ഇങ്ങനെ പിടിച്ചിട്ട് എൻഡ്സ് ഒന്ന് ഒപ്പാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ടാസിൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ മേൽഭാഗത്തുള്ള ആ ഒരു നൂലിൽ കൂടെ ഒരു ബീഡും കൂടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ 3 എണ്ണം നമ്മളിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താമരയുടെ താഴ്ഭാഗത്തുള്ള 3 പെറ്റൽസ് ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ ഓരോന്നായിട്ട് ഇതുപോലെ കെട്ടിവെക്കുക. നമ്മൾ മേലിൽ ചെയ്ത് അതേപോലെ തന്നെ കെട്ടിവെക്കുക. എന്നിട്ട് എക്സസ് പോർഷൻ വരുന്നത് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഗമ്മ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് മോൾ ഭാഗത്ത് ഇങ്ങനെ ത്രെഡ് വെച്ച് ഒരു ലൂപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു ബീഡും കൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് B7000 ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴ്ഭാഗം ചെയ്ത മാതിരി കെട്ടിട്ട് കൊടുക്കും ചെയ്യാം, ഹോൾ ഇട്ടിട്ട്. ഞാൻ അങ്ങനെ ചെയ്തില്ല. അപ്പോൾ നമ്മുടെ വാൾ ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.